ലോകത്തിന്റെ ഫാർമസി ഓഫ് ദി വേൾഡ്, ലോകത്തിന്റെ മരുന്ന് ഷോപ്പാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അഭിമാനം കൊള്ളുകയല്ല, മറിച്ച് ആശങ്കകൾ ഉയരുകയാണ് വേണ്ടത്. 2022 മുതൽ 25 വരെ ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച കഫ് സിറപ്പ് കഴിച്ച് 140 കുട്ടികളാണ് മരിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ചികിത്സാരംഗത്ത് വരുന്ന ചെലവ് 14% ഓരോ വർഷവും കൂടി വരുന്നത്. എന്താണ് ഇതിന്റെ കാരണം? ക്വാളിറ്റിയേക്കാൾ ബ്രാൻഡിനാണ് പ്രാധാന്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സമീപകാലത്ത് കേരളത്തിലെ ഒട്ടുമിക്ക വലിയ ആശുപത്രികളും മൾട്ടിനാഷണൽ കമ്പനികൾ പർച്ചേസ് ചെയ്തു കഴിഞ്ഞു. ഇതൊരു ദിവസമുണ്ടായ കച്ചവടമല്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വഭാവം, തലവേദന വന്നാൽ സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെ മാത്രം കാണിക്കുക, MRI സ്കാൻ ചെയ്യുക, ICUവിൽ കിടക്കുക എന്ന് പറയുന്ന, അതിന് യാതൊരു തടസ്സവുമില്ലാതെ ചികിത്സയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന മനുഷ്യന്റെ ശീലം കണ്ടുകൊണ്ടാണ് MNCകൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നത്. ഒരേ മരുന്നിന് അതിന്റെ പാക്കറ്റും കളറും മാറുന്നതനുസരിച്ച് 700 ഇരട്ടി വരെയാണ് വ്യത്യാസം വരുന്നത്. വലിയ ഹോസ്പിറ്റലുകളിൽ ചിലയിടങ്ങളിൽ ഈ അടുത്ത ദിവസം തന്നെ ബ്രാൻഡുകൾ മാറ്റിയിട്ട് ഏറ്റവും വലിയ നോൺ ബ്രാൻഡുകൾ മാത്രം കൊണ്ടുവന്നു. സാധാരണക്കാരന്റെ പ്രമേഹത്തിന്റെയും അലർജിയുടെയും രക്തസമ്മർദ്ദത്തിന്റെയും അമ്ലത്വത്തിന്റെയും ഒക്കെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, സാധാരണക്കാരന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ 10 രൂപയ്ക്കും കിട്ടും, 700 രൂപയ്ക്കും കിട്ടും. അതിൽ ഏറ്റവും മുന്തിയത് മാത്രം വെച്ചുകൊണ്ട് ഫാർമസികളെ മാറ്റുകയാണ്. മനുഷ്യനാണ് ഇവിടെ ചൂഷണം